ഞാനിന്ന് മീഷോയിൽ നിന്ന് വാങ്ങിച്ച ഒരു സാരിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. ഞാൻ വാങ്ങിച്ചൊരു റെഡ് കളറാണ്. ഇതിൻ്റെ പല പേസ്റ്റൽ ഷെയ്ഡ്സും ഡാർക്ക് കളർ ഷെയ്ഡ്സും എല്ലാ ഷെയ്ഡ്സും ഉണ്ട്. 620 രൂപയ്ക്കാണ് ഞാൻ ഈ സാരി വാങ്ങിച്ചിരിക്കുന്നത്. വേർത്താണോ എന്ന് ചോദിച്ചാൽ അടിപൊളി വേർത്തായിട്ടുള്ള സാരിയാണ്. ഈ സാരിയുടെ ഒരു പ്രത്യേകത എനിക്ക് തോന്നുന്നു, പല ഇൻസ്റ്റ പേജസിലും ഫ്ലിപ്കാർട്ടിലും മീഷോയിലും എല്ലാം അടിപൊളിയായിട്ട് കാണിക്കുന്ന ഒരു ഒത്തിരി പേര് കാണിച്ച് ഒത്തിരി പേജസിലും ഒക്കെ ഷോപ്പിംഗ് സൈറ്റിലൊക്കെ ഞാൻ ഈ സാരി കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വാങ്ങിക്കണോ എന്നൊരു ഡൗട്ടില്ലായിരുന്നു. പിന്നെ ശരി വാങ്ങിച്ചേക്കാം എന്ന് വിചാരിച്ച് വാങ്ങിച്ചു. ഇതാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ്. ഇതാണ് ഹൈലൈറ്റ്. ഇതായിരിക്കും എല്ലായിടത്തും തന്നെ നിങ്ങൾ കൂടുതൽ കണ്ടിരിക്കുന്നത്. ആ കൂടി ഇത്രേ ഉള്ളൂ കേട്ടോ. അതിൻ്റെ ഒരു വർക്ക് ഒരു യോക്ക് പോർഷനിലൊക്കെ വെക്കാൻ പറ്റുന്ന പരുവത്തിൽ അത്രേ ഉള്ളൂ അതിൻ്റെ വർക്ക് വരുന്നത്. ശരിക്കും ഇവരിതിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മുടെ ഹാൻഡിൻ്റെ 2 കൈക്കും ഈ വർക്ക് വെച്ച് കൊടുക്കുക എന്നുള്ളതാണ്. ബോഡി പോർഷൻ വെറുതെ നോർമൽ ഒരു ബൂട്ട പോലത്തെ ഇതേപോലെ തന്നെ സെയിം സംഭവമാണ് വന്നിരിക്കുന്നത്. ഇതിനകത്ത് സീക്വൻസും കട്ട് ബീഡ്സും പിന്നെ എന്താ ചെറിയൊരു മറ്റേ സ്റ്റോണും പിന്നെ നമ്മുടെ പേളിൻ്റെ നോർമൽ ബീഡ്സുമാണ് കേട്ടോ ഇത് വരുന്നത്. വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീഷോയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് ചെറുതായിട്ട് അത്രയും ഇങ്ങനെ ബീഡ്സ് ഇങ്ങനെ ലെയർ പോലെ ഇങ്ങനെ സാഗ് മോഡലിലോ വളച്ചിങ്ങനെ വെച്ചിരിക്കുന്നതാണ്. അപ്പം ഞാൻ വിചാരിച്ചു അതൊരു നല്ലൊരു ഫിനിഷിങ്ങിലല്ല, നല്ല ബലത്തിലല്ല അവരത് ചെയ്ത് കൊടുത്തിരിക്കുന്നെങ്കിൽ ഉറപ്പായിട്ടും ലൂസായിട്ട് അതിലേലും അയഞ്ഞ് ഒരു വൃത്തിയുടെ രീതിയിൽ കിടക്കും. അങ്ങനെയാണെങ്കിൽ ഇത് തിരിച്ചു കൊടുക്കേണ്ട വരും, റിട്ടേൺ അടിക്കേണ്ട വരും എന്ന് വിചാരിച്ചാൽ ഞാൻ വാങ്ങിച്ചേ. പക്ഷെ വെറുതെയാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ക്വാളിറ്റിയിൽ നല്ലൊരു പ്രീമിയം ആയിട്ട് നമ്മൾ ബുട്ടിക്കിലൊക്കെ ചെയ്തെടുപ്പിച്ച് കഴിഞ്ഞാൽ എത്ര സ്റ്റാൻഡേർഡ് കിട്ടുമോ ആ ലെവലിൽ തന്നെ ഇത് ചെയ്തിട്ടുണ്ട്. കാരണം ആ സാരി ആ ഒരു ബ്ലൗസ് പീസിൻ്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നേർത്തൊരു മെറ്റീരിയലാണ്. അപ്പോൾ അതിൻ്റെ അടിയിൽ ആ ഒരു നമ്മൾ നല്ലൊരു പ്രീമിയം ചുരിദാർ ഒക്കെ ചുരിദാറും ഇങ്ങനത്തെ ഒക്കെ വർക്ക്സ് ഉള്ള സാധനങ്ങൾ മേടിക്കും നമുക്കറിയാം. അടിയിലൊരു ഇട്ടിട്ട് ഒരു തുണി പോലത്തെ പേപ്പർ പോലത്തെ കസ്റ്റം പീസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നല്ല സ്റ്റിഫായിട്ടിരിക്കും. ഞാൻ ജസ്റ്റ് പ്ലെയിൻ വെറുതെ ഒന്ന് കൊടുത്ത് നോക്കിയത് കേട്ടോ. ഇങ്ങനെ ആണ് അതിൻ്റെ ഒരു ഇത് വരുന്നത്. അതായത് ഈ വർക്കുള്ള പീസ് ബ്ലൗസ് പീസായിട്ടും ബാക്കിയുള്ള ഇതും ഈ ഒരു മെറ്റീരിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഈ ഒരു റെഡ് കളർ കേട്ടോ വരുന്നത്. നല്ല ഒരു ക്രഷ് സിൽക്ക് എന്നൊക്കെ പറയത്തില്ലേ, ആ ഒരു രീതിയിലാണ്. പ്ലെയിൻ ആണെങ്കിൽ പോലും ആ ഒരു തുണിക്ക് ഒരു ക്രഷ്നെസ് ഉണ്ട്, പ്ലസ് നല്ലൊരു ഷൈനെസ് ഉണ്ട്. ഒരു പാർട്ടി വെയറും പിള്ളേർക്കൊക്കെ ഗെറ്റ് ടുഗദറിനോ സ്കൂളിലോ കോളേജിലോ ഒരു ഫങ്ഷൻസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന അടിപൊളി സാരി എന്ന് പറഞ്ഞാൽ അടിപൊളി സാരിയാണ്. ഇതിന് പ്ലെയിൻ ആണെങ്കിൽ പോലും വേറെ ഒന്നും വേണ്ട, ഒരു ബോർഡർ സംഭവം ഒന്നുമില്ല കേട്ടോ ഈ സാരിയിൽ. പക്ഷേ പ്ലെയിൻ ആണെങ്കിൽ പോലും നല്ലൊരു ഷൈനിങ്ങും ഉണ്ട്, ക്രഷും കൂടെ വരുന്ന നല്ലൊരു ലുക്കാണ് വാങ്ങിച്ചു.